ആനക്കൊണ്ട മുതൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള എക്സോട്ടിക് പെറ്റ്സുകൾ നമുക്കിവിടെ കാണാം കേട്ടോ. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്വാനയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആമയും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ കുറേ വെറൈറ്റി എക്സോട്ടിക് പെറ്റ്സുകൾ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഹൈടെക് ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും മദ്വിയും കൂടി ഇതേ നാഗമ്പടം കോട്ടയം നാഗമ്പടത്തുള്ള എക്സോട്ടിക് പെറ്റ് ഷോ കാണാൻ വേണ്ടി വന്നേ കേട്ടോ. 80 റുപ്പീസാണ് ചാർജ് വരുന്നത്. കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. 100 റുപ്പീസാണ് ചാർജ് വരുന്നത്. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇഗ്വാനകളെ കാണുന്നുണ്ട്. ഒരു ഇഗ്വാന വെച്ചിട്ട് കയറുമ്പോൾ തന്നെ. അപ്പം അദ്വൈകത കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം വീഡിയോ കാണുന്നവർ എന്താണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. പിന്നെ കുറേ ഫീസൻ്റ് വെറൈറ്റികൾ കാണുന്നുണ്ട്. ഗോൾഡൻ ഫീസൻ്റ്, അങ്ങനെ കുറച്ച് വെറൈറ്റി സിൽവർ, അങ്ങനെ കുറച്ച് ഫീസൻ്റുകളെയാണ് കാണുന്നത്. നമ്മളൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഈവനിങ് അത്രയ്ക്കും തിരക്കില്ലായിരുന്നു കേട്ടോ. ഈവനിങ്ങാണ് നമ്മൾ വന്നത് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആ സമയത്താണ് വന്നത്. നമുക്ക് സിൽവർ ഫീസൻ്റിനെ കാണാം. കുറച്ച് വെറൈറ്റി ഫീസൻ്റുകളാട്ടോ ഇവിടെ കാണുന്നത്. ഇതെല്ലാം പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറേ കോഴികളുടെ വെറൈറ്റികൾ, കരിങ്കോഴി, അങ്ങനെ കുറച്ച് കോഴികളുടെ വെറൈറ്റികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാത്തിനും ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മുയലിനെ കാണാം. ഈ മുയലിനെ കണ്ടപ്പോൾ അദ്വിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നെ തീറ്റിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവന് അതുപോലെ തന്നെ പേടിയാണ് അതിനെ പിടിക്കാൻ വേണ്ടി. ഇവിടെ വേറൊരു വെറൈറ്റി കോഴികളെ കാണാം. ഉണ്ടോ, അതിൻ്റെ തല കണ്ടോ, ഒരു പൂ പോലെ ഇരിക്കുന്നത് വേറെ വെറൈറ്റി കോഴി കേട്ടോ ഇവിടെ വന്നേക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഒരു 80 റുപ്പീസിന് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വന്ന് കാണാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി, നമുക്ക് വലിയവർക്കൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും കുട്ടികളെ കൊണ്ട് വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമുക്കൊരു സിൽവർ കളറിലെ കോഴിയെ കാണാം. പിന്നെ ഇവിടെ പ്രാവുകൾ, കുറേ വെറൈറ്റി പ്രാവുകളുണ്ട് കേട്ടോ. ഇതിനകത്ത് 1-2 പ്രാവുകളെ നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിൻ്റെ ദേഹം കണ്ടോ, മൊത്തം ഇങ്ങനെ കേളായിട്ട് ഫെദർ നിൽക്കുന്നത്. നല്ല ഡ്രസ്സില്ല കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ മസിൽ പിടിച്ചിരിക്കുന്ന വേറെ 2 പ്രാവുകളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. പ്രാവുകളുടെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഇതുണ്ടോ, ഇവിടെ നമുക്ക് ഒരു പ്രാവിനെ കാണാം. കുറേ വെറൈറ്റി പ്രാവുകളുണ്ട്. അതിവിടെ കണ്ടോ, ഓരോരുത്തർ മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ കുറച്ച് പ്രാവുകളെ കാണാം. ഇതെല്ലാം കണ്ടപ്പോൾ ആദ്യമായിട്ടാട്ടോ അദ്വി ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. പ്രാവുകളെയൊക്കെ അവൻ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക പ്രാവുകളെ കണ്ട്. പിന്നെ കുറേ ലവ് ബേഡ്സ്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സ്, അങ്ങനെ കുറച്ച് കാറ്റഗറിയിലോട്ടാണ് പോകുന്നത്. സാധാരണ വീടുകളിലൊക്കെ കാണുന്നതാണ്. ഇവിടെ വലിയ എക്സോട്ടിക് ആയിട്ട് ഉള്ള സാധനമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇത് ആദ്യം കയറുന്ന സ്ഥലത്താണ് വെച്ചേക്കുന്നത് കേട്ടോ. അദ്വിക്കെല്ലാം കണ്ടോ ഭയങ്കര സന്തോഷം. അവനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കണ്ടോ, കുറേ പിഞ്ചസുകൾ, കുറേ വെറൈറ്റി പിഞ്ചസുകൾ നമുക്ക് കാണാം ഇവിടെ. മേടിച്ച് തരാമെന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ കോക്കറ്റെയിൽ, വെറൈറ്റി കോക്കറ്റെയിലിൽ തന്നെ ഒരു 5-6 വെറൈറ്റി കോക്കറ്റെയിൽ ഉണ്ട് കേട്ടോ ഇവിടെ. 5-6 വെറൈറ്റി കോക്കറ്റെയിൽ ഇങ്ങനെ പല പല ചെറിയ ചെറിയ കേജിൽ, ഒത്തിരി ആയിട്ടൊന്നുമില്ല. ഓരോ വെറൈറ്റികൾ ഒരു 3-4 അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത കോക്കറ്റെയിൽ കാണാം. ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആയിട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക. അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇവിടെ കുറേ പാരറ്റ് വെറൈറ്റി ഉള്ള കുറേ പെറ്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്, എക്സോട്ടിക് പെറ്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതല്ല പല പല വെറൈറ്റി കാര്യം. എൻ്റെയൊക്കെ എക്സാക്റ്റ് പേരെനിക്ക് അറിയത്തില്ല, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തില്ല. ഉണ്ടോ, കുറേ വെറൈറ്റി ബേഡ്സുകൾ നമുക്കിവിടെ കാണാം. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം വരുന്നുണ്ട്. ഇതുണ്ട് വേറൊരു പെയറായിട്ടുള്ള കണ്ടോ കേട്ടോ. ഇതിൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഡ്രസ്സ് ഇല്ല കാണാൻ വേണ്ടി. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അതിൻ്റെ താഴെ വരുന്നത്, അതാണ് എടുത്ത് നിൽക്കുന്നത് കേട്ടോ. ഇത് പെയറാട്ടോ ഇതിൻ്റെ. പിന്നെ ഇത് ഇഗ്വാന, ഇവിടെ വേറൊരു വെറൈറ്റി ഇഗ്വാന കാണാം. ഇഗ്വാനയുടെ തന്നെ കുറേ വെറൈറ്റി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഗ്രീൻ ഇഗ്വാന കാണാം. ഇവിടെ ഉണ്ട് ഒരു ഗ്രീൻ ഇഗ്വാന ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇഗ്വാനകൾ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പം ഒരു പുള്ളി കഴുത്തിൽ പെരുമ്പാമ്പനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടല്ലേ. ഇപ്പം എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലൊക്കെ അവിടെ നിൽക്കുന്നത്. കാരണം നമുക്കിവിടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാം, അല്ല അവസാനം നമുക്ക് ഇതിനെ എക്സോട്ടിക് പെറ്റ്സുകളൊക്കെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാം. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഞാനിത് തൊട്ട് നോക്കി. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു പാമ്പിനെ തൊട്ടൊക്കെ നോക്കുന്നത്. അദ്വിക്ക് പേടിയായിരുന്നു ആദ്യമേ. പിന്നെ നമുക്ക് അദ്വയും കൂടി തൊട്ട് നോക്കുന്നുണ്ട് കണ്ടോ. അദ്വയുടെ അടുത്ത് നിന്ന് നമ്മൾ കുറേ വീഡിയോയും കണ്ടോ തൊട്ട് നോക്കുന്നുണ്ട്. വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അടുത്ത് നിന്ന്. ഇത് നമുക്ക് കയ്യിലെടുത്തും കഴുത്തിൽ വെച്ചൊക്കെ ഫോട്ടോ എടുക്കാം കേട്ടോ. ലാസ്റ്റ് അങ്ങനെ ഒരു സംഭവം കൂടി 50 രൂപ റേറ്റ് വരുന്നത്. പക്ഷികളെയും അതുപോലെ തന്നെ പാമ്പ്, അങ്ങനെ പോലെ ഇഗ്വാന, ഇതിനെയൊക്കെ നമുക്ക് കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റും കേട്ടോ. ഇവിടെ അദ്വി ജസ്റ്റ് പോസ് ചെയ്യുന്നേ ഉള്ളൂ. അദ്വിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഷോ ഗ്ലൈഡറെ കാണാം കണ്ടോ. അതാ കൂടിനകത്ത് കയറി നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ മേളി വെച്ചേക്കാൻ അദ്വിക്ക് കാണത്തില്ല, അതുകൊണ്ട് ഞാൻ അദ്വയെ എടുത്ത് പിടിച്ചേക്കുക കാണാൻ വേണ്ടി. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം അദ്വയെക്കാട്ടിലും പൊക്കത്തിലായിരിക്കുന്നത്. അദ്വിക്ക് കാണത്തില്ല.
ഇതിൻ്റെയൊക്കെ കുറേ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ കുറേ കാറ്റഗറി ഒക്കെ ആവും, നമ്മളങ്ങനെ നോക്കിയില്ല. ഇനി ഇവിടെ നമ്മളൊരു ഇഗ്വാനെ കണ്ടോ, ഓനിരിക്കുന്നുണ്ടോ, ഇവിടെ ഒരു ഇഗ്വാനെ കണ്ട്. എൻ്റെ എല്ലാം പേരും പല പല വെറൈറ്റി ഇഗ്വാന കേട്ടോ ഇതെല്ലാം വരുന്നത്. ഇതൊക്കെ പേരെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ടൊന്നും ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല. ഉണ്ടോ, ഇവൻ ആദ്യമായിട്ടാണ് ഈ ഇഗ്വാനയൊക്കെ നേരിട്ട് കാണുന്നത്, ഫർട്ടില്ലാതെ. പിന്നെ കുറെ കാട്ടുപോത്തിന്റെ തലയോട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കാട്ടുപോത്തിന് തലയോട്ടി ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ വരുന്ന കാട്ടുപോത്തിന് തലയോട്ടികൾ വെച്ചിട്ടുണ്ട് ഇവിടെ. അബ്ദു ഇവിടെ നിന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ തലയോട്ടിക്ക്, നല്ല വലിപ്പമുള്ള തലയോട്ടി കണ്ടോ. അവനെ വെച്ച് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ ഇവിടെ മുമ്പേ കണ്ട പോലെ തന്നെ കുറച്ച് പ്രാവിന്റെ വെറൈറ്റികളാണ് വരുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് പ്രാവിന്റെ വെറൈറ്റികൾ. പിന്നെ ഇവിടെ ആമ കിടപ്പുണ്ട്, ഇതുണ്ടോ ആമ. ഞാൻ ഇന്ത്യയിലെ വെച്ച് ഏറ്റവും വലിയ ആമയായിട്ട് പറയുന്നത്. ഇതിനെ നമുക്ക് പഴയ നമുക്ക് ഇതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. ഇവിടെ വേറൊരു വെറൈറ്റി എക്സോട്ടിക് പെറ്റ്സിനെ കണ്ട്. ഇതിനെന്തോ ഒരു പ്രത്യേകത ഉള്ളതാണ്, എനിക്ക് കറക്റ്റ് ആകത്തില്ല. നിങ്ങളതിൻ്റെ പേര് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കി അറിയാം. അവരവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ. ഉണ്ടോ, ഇതെന്തോ പ്രത്യേകത ഉള്ള പെറ്റ്സാണ്. കൊയ്പ്പു എന്നാണ് എൻ്റെ പേര് കേട്ടോ. ഒരു എലി, ഒരു മുള്ളമ്മന്നി, ആ ഒരു റേഞ്ചിൽപ്പെട്ട ഇതാ, അതുപോലെ കാണാൻ നിൽക്കുന്നത്. കൈയാട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. നല്ല ഇണക്കി വളർത്താവുന്ന ഒരു പക്ഷിയാണെന്ന് തോന്നുന്നത്. പിന്നെ വെള്ള പാരറ്റ് നമുക്കിവിടെ കാണാം, വെള്ള പാരറ്റ്. ഇതും നല്ല ഇണങ്ങിയുള്ള പക്ഷി. നമ്മളടുത്ത് നിന്നൊന്നും അങ്ങനെ പറന്നൊന്നും പോകുന്നൊന്നുമില്ല. അത് തൊടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവനോട് നിന്ന് അവനെ നോക്കുന്നുണ്ട്. നമ്മളടുത്ത് ചെല്ലുമ്പോൾ അത് ഓടിപ്പോകാൻ നോക്കുന്നില്ല കണ്ടോ, അടുത്ത് വരാനേ നോക്കുന്നത്. എല്ലാം ഇണക്കി വളർത്തിയ എക്സോട്ടിക് പെറ്റ്സുകളാണ് ഇവിടെ കാണുന്നത്. പിന്നെ കുറച്ച് ഡോഗിന്റെ കുറച്ച് വെറൈറ്റി ഒക്കെ, അത് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ആമ കേട്ടോ. ഇതിന്റെ പേരുണ്ട്, പേര് ഞാൻ മറന്നു, ഞാനിത് ഷൂട്ട് ചെയ്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പേര്. പിന്നെ വേറൊരു നമുക്കൊരു ചെറിയൊരു കുരങ്ങൻ വെറൈറ്റി ഉള്ളൊരു സാധനം കാണാം, കുരങ്ങനെ കാണാം കേട്ടോ. ഇത് കണ്ടോ, ചെറിയൊരു കുരങ്ങൻ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല ചെറുതാ കേട്ടോ. നമ്മുടെ ഒരു കൈയുടെ അത്രയേ ഉള്ളൂ ഇതിന്റെ വലിപ്പം വരുന്നുള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇതിനും വലിയ പേടിയൊന്നുമില്ല. പിന്നെ നമ്മൾ അമ്മ അടുത്ത് വന്നപ്പോൾ ഞാൻ രണ്ടാമത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത തലയൊക്കെ വെളിയിലിട്ടപ്പം അതിവിടെ അടുത്ത് വന്നിട്ടുണ്ട്. അവൻ പേടിച്ച് മാറിപ്പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുള്ള അടുത്ത് വന്നപ്പോൾ. പിന്നെ മുയലിൻ്റെ കുറേ വെറൈറ്റി മുയലുകളൊക്കെ ഉണ്ട്. രോമമുള്ള വല്ല തക്കുട് മുയലുകളൊക്കെ, അല്ല വണ്ണമുള്ള മുയലുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, വെറൈറ്റി കുറച്ച് മുയൽ സെക്ഷൻസ് ഒക്കെയാണ്. ഒത്തിരി ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു 5-6 വെറൈറ്റി അങ്ങനെയുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇതെടുത്തിട്ടുള്ളൂ, വീഡിയോ എടുത്തുള്ളൂ. ഇതാണ് ഏറ്റവും ചെറിയ, വേൾഡിലെ ഏറ്റവും ചെറിയ കോഴി കേട്ടോ, വേൾഡിലെ ഏറ്റവും ചെറിയ കോഴി കേട്ടോ. ഉണ്ടോ. പിന്നെ നമുക്ക് മക്വാ കാണാം, അതിൻ്റെയൊക്കെ വെറൈറ്റി നമുക്ക് അതൊക്കെ കയ്യിലെടുത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. ഞാനവിടെ അവസാനം ചെല്ലുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇത് കൂട്ടിലിട്ടേക്കുവാണ്. അവസാനം ചെല്ലുമ്പോൾ കൂട്ടിലല്ലാതെ വെളിയിൽ പറത്തി വെച്ചിട്ടുണ്ട്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് കേരളത്തിൽ ജീവിച്ചിരുന്ന വെച്ച് ഏറ്റവും വലിയ ഇഗ്വാന. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ, ഇത് ഒരുമാതിരി എന്താ പറയുക, മോതലയൊക്കെ കിടക്കുന്ന പോലെ കേട്ടോ ഇത് കിടക്കുന്ന കാണാൻ വേണ്ടി. പക്ഷെ ഇത് കിടന്ന് ഉറങ്ങുമായിരുന്നു. നമ്മളെന്താ കണ്ണൊന്നും തുറന്നിട്ടില്ല, കിടന്ന് ഉറങ്ങുക. കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇഗ്വാന. നോക്കി, ഒരു ഉടുമ്പൊക്കെ വലിയൊരു ഉടുമ്പ് കിടക്കുന്ന പോലെ തന്നെ. നോക്കി, അയ്യോ, അവനെ കണ്ടിട്ട് പേടിയായിരുന്നു കണ്ടിട്ട്. ശരിക്കും പറഞ്ഞൊരു വലിയ ഉടുമ്പ് കിടക്കുന്നതല്ലേ. പിന്നെ വേറൊരു ഡ്രാഗൺ ഇഗ്വാനയോ അങ്ങനെ എന്തോ പേര് വരുന്നതാണ് ഇവിടെ. ഇത് നമുക്കത് കാണാം കണ്ടോ, അത് കാണാം. പിന്നെ ഇവിടെ ബംഗാൾ ക്യാറ്റും അങ്ങനെ കുറേ വെറൈറ്റി, ക്യാറ്റിന് കുറേ വെറൈറ്റികളുണ്ട്. ഇതുണ്ട് ഒരു വെറൈറ്റി ഒരു ബേർഡിന് നമുക്കിവിടെ തത്ത കേട്ടോ. എൻ്റെ പേര് ഞാൻ കണ്ടില്ല. പിന്നെ ഷുഗർ ഗ്ലൈഡറിൻ്റെ വേറെ വൈറ്റ് വരുന്ന ആൽബിനോ ടൈപ്പ് വരുന്ന ഷുഗർ ഗ്ലൈഡർ ഇവിടെ കാണാം നമുക്ക് കേട്ടോ. ഇതെല്ലാം ഈ ഷുഗർ ഗ്ലൈഡറൊക്കെ കൂടിനകത്ത് കയറി എപ്പോഴും ഇരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ വേറൊരു റെഡ് തത്ത, നല്ല അടിപൊളി കളർ, എല്ലാത്തിനും പേരായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടോ. പിന്നെ ഇവിടെ ഇഗ്വാന, പിന്നെ കുറേ പാരറ്റുകളുടെ സെക്ഷൻ കേട്ടോ. അവിടെ ഇവിടെ ഇതെല്ലാം ഒരു അറേഞ്ച്മെന്റ് അവിടെ ഇവിടെ ആയിട്ട്, അതാണ് നമുക്ക് ഇത് വരുന്നത്. പിന്നെ പാമ്പുകളാണ് വരുന്നത് കേട്ടോ മൊത്തം. ഇതെല്ലാം ഗ്രീൻ ഫൈത്തൺ ആണ് വരുന്നത്, പെരുമ്പാമ്പിന്റെ ആ വിഭാഗത്തിൽപ്പെട്ട ഗ്രീൻ ഫൈത്തൺ. ഇതെല്ലാം എക്സോട്ടിക് പെറ്റ്സുകളാണ് കേട്ടോ, വീട്ടിൽ വളർത്താൻ പറ്റുന്ന പാമ്പുകൾ ഇത് മൊത്തം കേട്ടോ. ഇത് കണ്ടില്ലേ വേറൊരു എക്സോട്ടിക് പെറ്റ്സ്, സാൻബോവായ. ഇതെല്ലാം നമ്മുടെ വീടുകളിൽ വളർത്താൻ പറ്റുന്ന പാമ്പുകൾ കേട്ടോ. പിന്നെ ആനക്കോണ്ടയുടെ കണ്ട് കേട്ടോ, ആനക്കോണ്ട നമുക്ക് അതും എക്സോട്ടിക് പെറ്റ്സിന്റെ വിഭാഗത്തിൽ പെടുന്നതാണെന്നാണ് പറഞ്ഞത്. നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ ചെറുതാണത്, വെള്ളത്തിലാണ് കിടക്കുന്നത് കേട്ടോ. ഇല്ല, ആനക്കോണ്ട കിടക്കുന്നത് വെള്ളത്തിൽ. ഇപ്പം നല്ല ചൂടുള്ള സമയമുണ്ട്, വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നത്. ഇവിടെ പാമ്പുകളൊക്കെ കണ്ടറിയാം, എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള പാമ്പുകൾ കേട്ടോ. അതുകൊണ്ട് റെഡും വൈറ്റും വരുന്നത് എന്തോ മെക്സിക്കൻ മിൽക്ക് ഷെയ്ക്കല്ല കേട്ടോ, സ്നേക്ക്. നല്ല രസമില്ല കാണാൻ വേണ്ടി. നോക്കി, ഇവിടെ കാണുന്ന സ്നേക്കുകളെല്ലാം ഭയങ്കര കളർഫുൾ കേട്ടോ, കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്നേക്കുകൾ കേട്ടോ. നമ്മുടെ വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞാൽ
ഒന്നും വളർത്താനൊക്കെ തോന്നുന്നത്. ഇതിന് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ്ടല്ലേ, നല്ല ഭംഗിയിലാണ് കാണാൻ. പിന്നെ നമ്മളിപ്പോൾ കഴുത്തിലിട്ട് കണ്ട ആ ഫൈത്തൻ പെരുമ്പാമ്പ് ഉണ്ടോ, ഇതും വളർത്തുന്നതാണ് കേട്ടോ. ഇതിൻ്റെ 2 ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്താൽ കേട്ടോ. പിന്നെ ഈ പാമ്പുകൾ മാത്രമല്ല, എക്സോട്ടിക് ആയിട്ടുള്ള തേളുകൾ, ഇതും വീട്ടിൽ വളർത്താൻ പറ്റുന്ന എക്സോട്ടിക് തേളുകളാട്ടോ, സ്കോർപ്പിയോൺ വരുന്നത്. പിന്നെ ഇവിടെ ഒരു പാമ്പിനെ നമുക്ക് കാണാം. അങ്ങനെ പാമ്പിൻ്റെ പല വെറൈറ്റി ഉള്ള പാമ്പുകളുണ്ട് കേട്ടോ, എക്സോട്ടിക് ആയിട്ടുള്ള കാണാം. ഇതുണ്ട്, ഇത് വേറൊരു പാമ്പാണ് വരുന്നത്, കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, എക്സോട്ടിക് പെറ്റ്സിൻ്റെ അത് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ വേറെന്തോ സാധനം കിടപ്പുണ്ട്, അത് തന്നെ വളർത്തുന്നത് കണ്ടോ. എൻ്റെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് ഉണ്ടാവും. നല്ല എൻ്റെ കറുത്ത കൺമഷിയുടെ കരിയുടെ നിറം, അതിനെ കാണാൻ പോലും പറ്റത്തില്ല ഇരുട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ, ഫുള്ള് ബ്ലാക്ക്. പിന്നെ ഇവിടെ വേറൊരു ഇഗ്വാനെ കാണാം, വേണ്ട വേറൊരു മോഡൽ ഇഗ്വാനെ കാണാം. ഡ്രാഗൺ എൻ്റെ പേര് കേട്ടോ. ഇത് കുറച്ചുകൂടി വലിയ ഫൈത്തനാണ് വരുന്നത് കേട്ടോ, വലുതാണ് റെഡ് ടെയിൽ ഫൈത്തൻ. പിന്നെ ഇവിടെ ആൾക്കാർ കഴുത്തിൽ ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. ഞാൻ അജ്വിയോട് പറഞ്ഞെടുത്ത് എടുക്കാൻ വേണ്ടി, പക്ഷെ അജ്വിക്ക് പേടിയാണ്ട് എടുക്കുന്നില്ല. പക്ഷെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്, കയ്യിലെടുക്കാനും കഴുത്തിടാനൊക്കെ അവന് പേടിയാട്ടോ. ഇവിടെ നമുക്ക് 50 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാം, കണ്ടല്ലേ. പുറത്തൊക്കെ കയറ്റി വെച്ച് നമുക്കിവിടെ പാരറ്റും മക്കോവും പിന്നെ എന്താ പറയുന്നത് ഫൈത്തണും അങ്ങനെ എല്ലാം എന്താ പറയുന്നത് ഇതും ഇഗ്വാന എല്ലാം എടുക്കാം കേട്ടോ. ഇത് കണ്ടല്ലേ, നമുക്കൊരു ഗ്രേ പാരറ്റ് തോളിൽ കയറ്റി എടുക്കുന്നത്. ഇതിന് ഈ മക്കാവോക്ക് മാത്രം നമുക്ക് 100 രൂപയാണ് വരുന്നത്, ബാക്കിയെല്ലാം 50 രൂപ കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് തോളിൽ കയറ്റി വെച്ചിരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ. നമുക്ക് അദ്വൈയുടെയും തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ, ഫോട്ടോസ് എടുക്കാം. 50 രൂപ ഉള്ളൂ കേട്ടോ. നോക്കി കണ്ടോ, ഇങ്ങനെ കയറ്റി വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷെ പാമ്പിനെ അവന് കരുത്തിടാൻ വേണ്ടി ഇച്ചിരി പേടിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ പാമ്പിനെ കൊടുത്തിട്ടില്ല. പാമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ, വേറൊരു കൊച്ചു കഴുത്തായിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. കണ്ടോ, കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കുന്നേ, അടിപൊളിയല്ലേ. 50 രൂപയ്ക്ക് നമുക്ക് എത്ര നേരം വേണം, അങ്ങനെ ടൈമൊന്നുമില്ല, എത്ര നേരം വേണം നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ കയ്യിലിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതുണ്ട്, ഇതിന് മാത്രം 100 രൂപയാണ്. പിന്നെ അടിപൊളിയായിട്ട് തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു നാനോ കാറിനകത്ത് അക്വറി സെറ്റ് ചെയ്തിട്ട് കുറേ സിലോപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നാനോ കാറിനകത്ത് അക്വറി സെറ്റ് വെച്ചേക്കുന്നത് അടിപൊളി ഐഡിയ ആണ്, കൊള്ളാം. കണ്ടോ, അടിപൊളിയല്ലേ. ഒരു കാറിനകത്ത് അക്വറി സെറ്റ് ചെയ്തേക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന പരിപാടി കേട്ടോ, കാറിനകത്ത് അക്വറി സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിതെല്ലാം കണ്ട് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് കൗണ്ടറും ഐസ്ക്രീം കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് കുറച്ച് ഐസ്ക്രീം ഒന്നും അഡ്വാണ് റെഡ് വെൽവെറ്റ് എടുത്തു, ഞാനാണ് പിസ്ത എടുത്തു. കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ കേട്ടോ. പക്ഷേ ഷോപ്പുകൾക്കെല്ലാം അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്, എല്ലാത്തിൻ്റെ ഷോപ്പുകളുണ്ട്. കുറേ ഡ്രസ്സിൻ്റെ ആയിട്ടും വീട്ടുപകരണങ്ങളുടെ ആട്ടെ, അങ്ങനെ പല ഷോപ്പുകളുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്താണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ബൈ.